ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോയത്. അപ്പൊ സവാള അരിഞ്ഞു തുടങ്ങാം. ഭയങ്കര ചൂട്. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചട്ടിയിലോട്ട് മാറ്റാം. അപ്പൊ നമ്മള് വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, ഉപ്പ്, എണ്ണ, കറിവേപ്പില ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ നമ്മൾ ചട്ടിയിലോട്ടാക്കി. ഇനി നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ലെവലാക്കിയിട്ട് അതിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, ഇനി നമുക്ക് മസാല എല്ലാം മിക്സ് ചെയ്തിട്ടിടാം. അതിലോട്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില അത് ഇട്ടതിൻ്റെ ശേഷം കുറച്ച് എണ്ണ ഒഴിക്കാം. മസാലേൻ്റെ നല്ല മണമുണ്ട്. ഇവിടെ ഒരാൾ ബിരിയാണി തിന്നാൻ വെയിറ്റിംഗ് ആണ്. ഇനി അതിലോട്ട് തക്കാളിയും കൂടെ ഇട്ടിട്ട് അടയ്ക്കാം. ചിക്കൻ നമ്മൾ അടുപ്പിലോട്ട് കയറ്റി. അടുത്ത നമ്മൾ ബിരിയാണി അരി വേവിക്കാൻ പോവുകയാണ്. കലത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് അതിലോട്ട് പട്ടയില ഇട്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, നെയ്യൊക്കെ ഒഴിക്കണം. അതിൻ്റെ ശേഷം കുറച്ച് എണ്ണയും കൂടെ. എന്നിട്ട് അടുപ്പിൽ കയറ്റാം. ഐ ആം വെയിറ്റിംഗ്. വെള്ളം തിളച്ചതിൻ്റെ ശേഷം അതിലോട്ട് ബിരിയാണി അരി ഇടണം. നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കണം. നമ്മളെ ചിക്കൻ കറി ആൾമോസ്റ്റ് റെഡിയാവാറായി. ബിരിയാണി അരിയും ചിക്കനും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് സെറ്റ് ചെയ്യണം. മൂപ്പിച്ച ഉള്ളിയുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, ഉണക്കമുന്തിരി, പുതിന ഇലയും മല്ലിയിലയും. ബിരിയാണി സെറ്റാകുന്ന സമയത്ത് നമുക്ക് തണ്ണിമത്തൻ കട്ട് ചെയ്യാം. പിന്നെ പൈനാപ്പിളും കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. സൂപ്പർ. നമുക്ക് പപ്പടം പിടിക്കാം. അപ്പോൾ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 പപ്പടം ഉണ്ട്, മുട്ടയുണ്ട്, അച്ചാറ്, പൈനാപ്പിള്, സലാഡ്, തണ്ണിമത്തൻ. പൊടി. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ചോറുമായിട്ടൊരു പിടി പിടിക്കാം. അങ്ങനെ വഴിയില്ല. എനിക്ക് അമ്മേൻ്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഞാൻ അപ്പം കഴിക്കാൻ കുറച്ച് എടുത്തോളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.